What do you want? അല്ല ഡാൻസ് ക്ലാസ് ഇവിടെ ആട്ടമെല്ലാം നിർത്തി. ഫിനിഷ്ഡ്. ഒരൊറ്റ ലോക്കൽസും ഇവിടെ ഇങ്ങോട്ട് കയറി വരണ്ട കേട്ടോ. അല്ല ഞാൻ എടാ, എന്റെ മോളും നീയും കൂടെ ഉള്ള കണക്ഷൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. യു ഷുഡ് നെവർ മീറ്റ് ഹർ അഗൈൻ എവർ. അണ്ടർസ്റ്റാൻഡ്? സാറേ എനിക്കൊന്ന് ദീപയെ കാണാൻ പറ്റുമോ? Hey mister, what do you think of yourself, huh? നിനക്കൊരു ജോലി ഉണ്ടോ? എടാ, ആ ഗേറ്റിൽ നിൽക്കുന്ന എന്റെ സെക്യൂരിറ്റിക്കാരൻ ഞാൻ കൊടുക്കുന്ന ശമ്പളം നിന്റെ അച്ഛൻ അത്രയും സാലറി ഉണ്ടോടാ? ആ ഔട്ട് ഹൗസിന്റെ അത്രയെങ്കിലും ഉണ്ടോ നിന്റെ വീട്? സോ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ് or I call the police, okay? Go! അത് കഴിക്കൂ സൈമ. അപ്പൊ ടീച്ചർ സൈമനായിട്ട് കല്യാണം നടക്കൂലേ? പക്ഷെ ഈ പോക്ക് പോയ കാര്യം നടക്കൂല. പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി മേടിക്കണം. നോക്കാം. ഹലോ സൈമൺ, ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ കോളനിയിലുണ്ട്. ഞാനിപ്പോ ടീ ബ്രേക്കിന് മുമ്പിലുണ്ട്. പെട്ടെന്നൊന്ന് വരുമോ? ആണോ? വരാം. ശരി. ടീച്ചർ മോള് നേരെ വീട്ടിലോട്ട് പോക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. എന്തിനാ? ചുമ്മാ വച്ചോ. ആഹാ, എന്നാ വേട്ടക്കാരിലെ ഡയലോഗ് എന്ന് പറഞ്ഞേ. ഉങ്ങൾക്കെല്ലാം പോലീസുകാരൻ പറ്റാതടാ. ആ വേറെ 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 വേട്ടക്കാരൻ താടാ വേണോ? ഓക്കെ ഓക്കെ, ശരി, ബൈ ബൈ. ബൈ. അപ്പൊ വീട്ടിലോട്ട് പോക്കോ. ഡാ തക്കിടു, ഇന്ന് സ്കൂളിൽ പോയില്ലേടാ? എനിക്ക് പനിയാടി. സൈമ, എനിക്കിനി വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ കൂടെ വരാം. അത് വേണോ? നമുക്കൊരു ചായ കുടിച്ചാലോ? കയ്യിൽ കാശുണ്ടല്ലോ അല്ലേ? എല്ലാം പോയി. The sea, the ship, all gone. നിങ്ങൾ അവൾക്കൊരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവൾ ഇറങ്ങി പോയത്. അപ്പൊ നീയോ? എടി പെൺകൊച്ചുങ്ങളെ അവരെ അമ്മയാണ് നോക്കേണ്ടത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. അതുകൊണ്ട് എല്ലാം നടന്നത്. സാറേ, എൻ്റെ വീട്ടിൽ സെക്യൂരിറ്റിക്കാരനൊന്നുമില്ല. എൻ്റെ അപ്പനൊരു സാധാ പോലീസുകാരന്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദീപ എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ഒരു പെണ്ണിറങ്ങിപ്പോയ ആ വീട്ടിലുള്ളവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം ഇതേപോലെ ഒരെണ്ണം എൻ്റെയും വീട്ടിലുണ്ട്. ഒരു ജോലിയൊക്കെ മേടിച്ചിട്ട് ഞാൻ എൻ്റെ അപ്പനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പം സാർ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ സാറേ, ഒരു മിനിറ്റ്. സാറേ, ഞാനൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആയി എടുക്കൊന്നും വേണ്ട. സീരിയസ് ആയിട്ട് എടുത്താൽ മതി. എങ്ങാനും സാർ ഇടിപിടിയുന്ന അവളെ വേറെ ആരെ കൊണ്ടേലും കെട്ടിക്കാൻ നോക്കിയാണ്, ഉറപ്പായിട്ടും ഞാൻ അവളെ വന്ന് പൊക്കിക്കൊണ്ടു. അപ്പൊ സാറൊന്ന് ആലോചിക്കും. പോട്ടെ സാർ. സാറേ, ആ സെക്യൂരിറ്റിക്കാരൻ എത്ര ശമ്പളം? 12,000. എൻ്റെ അപ്പനെ 30,000-35,000 രൂപ ശമ്പളം ഉണ്ട് കേട്ടോ. ഇതുപോലൊരു പൊട്ടനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല.
നിനക്ക് സ്വപ്നത്തിലെങ്കിലും കിട്ടൂടാ ഇതുപോലൊരു പെങ്കൊച്ചിനെ. ഇങ്ങനൊരു മണ്ടൻ. പഠിച്ചൊരു ജോലി മേടിക്കാന്ന് വിചാരിച്ചാൽ അതും സമ്മതിക്കത്തില്ല. പഠിച്ച് ജോലി വാങ്ങിക്കുന്ന ഒരു മോൻ. എടാ ഈ ചൂട് സമയത്ത് 2 ഷർട്ട് ഇട്ട് കോമാളി കളിച്ച് കിടക്കുന്ന നിന്നെ ആ പെങ്കൊച്ച് എന്തോ ഭാഗ്യത്തിനൊന്ന് പ്രേമിച്ചു. നിങ്ങളുടെ മോനൊരു ലോക മണ്ടൻ തന്നെ. എടീ, അവ മണ്ടനൊന്നുമല്ല, ഞാനാ മണ്ടൻ. നിന്നെ വിളിച്ചിറക്കി കൊണ്ട് വന്നതാ ഞാൻ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരം. അത് ശരിയാ. ഏത് ശരി? നീ എന്ത് കേൾക്കാൻ എവിടെ വന്നിരിക്കുന്നത്? കേറിപ്പൊടിയാത്ത. അല്ല ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്യണ്ട. ആദ്യം എന്നിട്ട് പടിയടി പോ. എന്ത് കഷ്ടം ഇത്. ആ പെണ്ണ് രക്ഷപ്പെട്ട് ഇവർക്കൊരു സീരിയൽ അഭിനയിക്കും. അതേടി, ഞാൻ ഇനി സീരിയലിൽ കൂടെ അഭിനയിക്കാൻ പോവാ. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ജീവിക്കാൻ ഒട്ടും സാറേ എന്തായാലും സീരിയലാണത്തെ ഗണേശേ, നമുക്ക് പൊളിയാ ഇതില്. എനിക്കറിയാം. ഒരിക്കലും അംഗീകരിക്കണ്ട. എന്താളെ ഒരു വിഷമം പോലെ പടമാറ്റം പറയാ. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? എടാ മറ്റേ പെങ്കൊച്ചില്ലേ ദീപ, അവൾ ഇവന്റെ കൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് യവൻ കൊണ്ടുവന്ന് അവളെ വീട്ടിലാക്കി. എന്ത് പറയണോ ഈ പോങ്ങനെ? ലക്ഷ്മി, കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. അടിച്ച് ചെവിക്കുറ്റി ഞാൻ പൊട്ടിക്കും. കേറിപ്പൊടിയാത്ത. മക്കളൊരു സ്വസ്ഥയും തരത്തില്ല. ഇവിടെ ഒരു സ്വസ്ഥതയില്ലല്ലോ. നമ്മളിപ്പോ എങ്ങോട്ട് പോണാ? അപ്പൊ എവിടെയെങ്കിലും പോയി 2 അടിക്കാടാ. അങ്ങനെ കൊച്ചിനെ കൊണ്ട് ആക്കിട്ട് വരാം. വാ. കൊച്ചിനൊക്കെ ഞാൻ ഉണ്ടാക്കി. അപ്പൊ ജെനി ഇവിടെ ഇല്ലേ? അവളിവിടെ ഇല്ലല്ലോ. എടാ നീ അല്ലേ അവിടെ ഡാൻസ് ക്ലാസ്സിനെ വിളിച്ചിട്ട് പോയത്? ഞാൻ അവളെ അവിടെ കൊണ്ടാക്കിയല്ലോ. എടാ എവിടെ കൊണ്ടാക്കി? എടാ അവള് വീട്ടിലുണ്ടാവോടാ. എടാ അവള് വീട്ടിലില്ല. ഞാൻ ഇത്ര സമയം വീട്ടിൽ ഉണ്ടായിരുന്നു. വീട്ടിലില്ലേ? എടാ വീട്ടിലില്ല. സൈമ, ഡാ, എന്താ ആ പെങ്കുച്ചിനെ കൊണ്ടുവന്നാക്കിയോ? നീ കൊറേ കഷ്ടപ്പെട്ടതല്ലേ, വിട്ടുകളയണ്ട. എന്തായാലും എന്റെ കൊച്ചു ഡാൻസ് പഠിച്ചു. നിന്നെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. അല്ല, നിങ്ങൾ എന്തേ തപ്പുന്നേ? ജെനി എവിടെ? ജെനി വീട്ടിലുണ്ട്. എടാ നീ ഒന്ന് വന്നേ. എന്തൊക്കെ വട്ടാ കാണേണ്ടത്. എടാ സൈമ, എടാ കൊച്ചെന്തേടാ? എടാ നീ ഇത് എവിടെ കൊണ്ടുവിട്ടെന്നാ പറയണേ? കൊച്ചിവിടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവടാ. ഞാൻ നോക്കട്ടെ. മക്കളെ, ജെന്നിയെ കണ്ടിരുന്ന? എന്ത്? ചേച്ചി, ജെന്നിയെ കണ്ടിരുന്ന? ഇല്ല, ഇന്ന് ഇങ്ങോട്ട് വന്നില്ല. എന്താ സൈമ?